വീഡിയോയിലേക്ക് കയറുന്നതിന് മുമ്പ് ബയോളജി റീകോൾ ചെയ്യുന്നതിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സ്റ്റുഡൻസ് കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബയോളജി പാരഗ്രാഫായി കൊടുത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് റീകോൾ ചെയ്തെടുക്കാൻ. ബയോളജിയുടെ കേസിൽ നമുക്കറിയാം നമ്മൾ NCERT ആണ് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്. മോർ ദാൻ പ്രാക്ടീസിംഗ് ക്വസ്റ്റ്യൻ നമ്മൾ NCERT തന്നെയാണ് വീണ്ടും വീണ്ടും വായിക്കേണ്ടത്. എക്സാം ഹാളിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ അതിന്റെ ആൻസർ ആലോചിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയൊക്കെയോ അവിടെ ഇവിടെ ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ എക്സാക്ട് കാര്യം എന്താണെന്നുള്ള ഓർമ്മ വരുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്ന ടെക്സ്റ്റ് എടുത്ത് നോക്കുമ്പോഴേക്കും അതിന്റെ ആൻസർ ഇതായിരുന്നു അല്ലേ, മാറി ചിന്തിച്ചു പോയി എന്നുള്ള രീതിയിൽ വരിക. പാരഗ്രാഫ് ഒക്കെ റീകോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന സ്റ്റുഡൻസ്, അതേപോലെ ബയോളജി വായിച്ചിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണ് ദിശ പബ്ലിക്കേഷന്റെ ന്യൂ സിലബസ് NCERT ടാബ്ലറ്റ് ബയോളജി. ഈ ഒരു സിംഗിൾ ബുക്ക് ഉണ്ടല്ലോ, ഇത്ര തിക്നെസ് ഉണ്ട്. ഓക്കെ ഇത് +1 +2 ബയോളജി മൊത്തത്തിൽ കവർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കണ്ടോ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഇയേഴ്സ്, നോബൽ പ്രൈസ് കിട്ടിയ സയന്റിസ്റ്റുകള്, ഷേപ്സ് ഇൻ NCERT ബയോളജി, ടേംസ് കോയിൻഡ് ബൈ ആരൊക്കെ, ഡാറ്റ ഓഫ് NCERT ഫോർ ഹ്യൂമൻസ്, ഏതൊക്കെ കോഡ് ഉണ്ടോ NCERTയിൽ അതിന്റെ ഒക്കെ ഫുൾ ഫോംസ് അവർ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ലൈക്ക് നമ്മള് വിട്ടുപോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ, അതൊക്കെ ലൈക്ക് അവരിങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർ എൻറ്റയർ സിലബസ് 10 യൂണിറ്റ്സ് ആക്കിയിട്ട് അതിനെ പിന്നെ നമ്മുടെ നീറ്റിന്റെ സിലബസ് അനുസരിച്ച് 32 ചാപ്റ്റേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് എൻറ്റയർ ബയോളജി NCERT +1 +2 കവർ ചെയ്യുന്ന ഒരു ബുക്കാണിത്. അതർ തിങ് ഇസ് ദാറ്റ് നല്ല കളർഫുൾ ആണ് കേട്ടോ ഈ ബുക്ക്. ഇപ്പൊ ഞാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിലാണ്. അതിൽ ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻസിന്റെ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഭാഗത്ത് നിന്ന് എവിടുന്നെങ്കിലും ഒരു PYQ ഉണ്ട് എങ്കിൽ അവർ ആ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തു. ഇപ്പൊ മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഹോൾഡ്സ് ഗുഡ് ഫോർ ജീൻസ് ലൊക്കേറ്റഡ് ഓൺ ഹോമോലോഗസ് ക്രോമോസോം. ഇതൊരു PYQ ആണ്, കാരണം അത് നീറ്റ് 2022 വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത് കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എവിടെയാണ് PYQ, ഏതൊക്കെ ഭാഗങ്ങൾ സ്ട്രെസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഐഡിയ കിട്ടും. എക്സാം ഓറിയന്റഡ് ആയി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ടിപ്സ്, ട്രിക്സ് ലൈക്ക് പ്രിഫിക്സസ് ഇൻ ബയോളജി, ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്, മിസ്നോമേഴ്സ് ഇൻ ബയോളജി, ഓർഗൻസ് എഫക്റ്റഡ് ഇൻ വേരിയസ് ഡിസീസ്, ഇതെല്ലാം ഇവർ ഈ ഒരു ബുക്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഓരോ ചാപ്റ്ററിലും കുറെ ന്യൂമോണിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും. NCERTയിലുള്ള പോലെ തന്നെ എല്ലാ ഇമ്പോർട്ടന്റ് ആയ ഫിഗേഴ്സും ഇവർ ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലുള്ള ഫ്ലോ ചാർട്ട്സ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മനസ്സിലാക്കാനും അതേപോലെ തന്നെ വിഷ്വലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഓൾ ടുഗെദർ ബയോളജി ക്രാക്ക് ചെയ്യാനുള്ള ഒരു 1 സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ് ടാബ്ലറ്റ് ബയോളജി ബൈ ദിശ പബ്ലിക്കേഷൻ. ദിശ പബ്ലിക്കേഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ +1ന്റെ നീറ്റിന്റെ ജേർണിയിൽ ഞാൻ യൂസ് ചെയ്ത ഒരു കാര്യമായിരുന്നു കേട്ടോ ദിശ പബ്ലിക്കേഷൻ. ഇൻഓർഗാനിക് കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തത്. ആൻഡ് എന്റെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ഫീച്ചർ ഇവരുടെ ആ ഒരു ഹൈലൈറ്റിംഗ് മെത്തേഡ്, എക്സെപ്ഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഈ ഒരു ബുക്കിൽ ഇപ്പൊ ക്വസ്റ്റ്യൻസ് വന്ന ഭാഗം ഏതാന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന മെത്തേഡ് ഒക്കെ സത്യം പറഞ്ഞ സ്റ്റുഡൻസിന് കുറെ ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ നിങ്ങൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പാരഗ്രാഫ് റീകോൾ ചെയ്യാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് ആൻഡ് ഇത് നോട്ട്സ് ആക്കി മാറ്റി പോയിന്റ്സ് ആക്കി എഴുതാനൊക്കെ കുറെ ടൈം എടുക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഇന്ന് ഞങ്ങളുടെ ഓർത്തോ പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങളുടെ യൂണിറ്റിന് ഇന്നിപ്പോൾ മേജർ ഓട്ടിയാണ്. രാവിലെയാണ് അറിഞ്ഞത്, അപ്പം തന്നെ പോയിട്ട് OT ഡ്രസ്സ് ചപ്പലും ഒക്കെ റെഡിയാക്കി വെച്ച്. അപ്പോൾ ഓർത്തോ ആയതുകൊണ്ട് ഇപ്പോൾ മേജർ ആയാലും ശരി മൈനർ ആയാലും ശരി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. OTന്റെ പുറത്ത് നമ്മൾ പോസ്റ്റാണ്. 8 to 9 ക്ലാസ്സും ക്യാൻസൽ ആയതുകൊണ്ട് ഡയറക്റ്റ് ഇനി OTയിലേക്ക് കയറി പോകാനേ ഉള്ളൂ. വെരി ഗുഡ് ഡേ. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു പ്രോഗ്രസ് ബട്ട് ദ സ്റ്റാർട്ട് ഇസ് റിയലി ഗുഡ്. മോർണിംഗ് ക്ലാസ് ഇല്ല, മേജർ OTയാണ്, പ്രത്യേകിച്ച് പണിയുമില്ല. ലേറ്റായി വന്ന ഏറ്റവും ബുദ്ധിമുട്ട് പാർക്കിംഗ് സ്പോട്ട് കിട്ടാനാണ്. ബട്ട് ഐ മാനേജ്ഡ്. നിനക്ക് ലാസ്റ്റിന് അറ്റൻഡൻസ് ഇട്ടാൻ നിൽക്കും നമ്മള്. രാഹുൽ റപ്പ്, റപ്പ്, നിസാർ റപ്പ്, നിസാർ റപ്പ്. Traffic light Nisar. Am I happy now? Am I happy now? Why are we sitting here? Different heights,
കഴിക്കേണ്ടത്. Meanwhile, വെരി ഹെൽത്തി ലഞ്ച് ബർഗർ. അടുത്ത ഹെൽത്തി ലഞ്ച് എന്താണ്? എഗ് സാൻഡ്വിച്ച്. അടുത്തതെന്താ? നോ ലഞ്ച്, ബർത്ത്ഡേ സ്പെഷ്യലാ. Say hi, Tom. നെഹനേച്ചി നോക്കൂ, ഹായ് പറയൂ. അപ്പോൾ നമ്മൾ SGD ഒക്കെ കഴിഞ്ഞ് ഇനി തിയറി ക്ലാസ്. ഏതാണ്? ഒഫ്താൽ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു So first thing is dark room. You need a dark room which can be heated from Yeah, this is the fracture vertebral body. ഞങ്ങളെല്ലാരും ദിയനെ കാണാൻ വന്നതായിരുന്നു. നോക്ക് ദിയ. സേ ഹായ്. I see my past like it's still around. But am I happy now? അമ്മേന്റെ ഏട്ടന്റെ വീട്. Am I happy now? റൈമിങ് അവന്തിക രാജകീയ Are you happy now? ഓ ദിയനെയൊക്കെ കണ്ട്. Just my 3rd year MBBS. but my frame just cracked. Think I'm going down. Had to light this up. Am I happy now? ഞങ്ങള് Am അമ്മമ്മേന്റെ I തോട്ടം happy കണ്ടിട്ട് now? ഇവർക്ക് തോട്ടം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവാ. വളരെ അല്ലാതെ To it all. Different heights, but it's the same old fall. വേറെ കുറെ തക്കാളി പോലത്തെ ഒരു സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇവിടെ പോയി. Angels in my head saying, നമുക്ക് ഇറങ്ങാം. devil's telling me that there's ഡ്രൈവർ ദയാൽ. മമ്മി ടാറ്റ. tears for and I feel ടാറ്റ. my path. Okay, bye. 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 അപ്പൊ Tears fall and I see my past like it's still around. But am I happy now? Am I happy now? Are you happy now? ഹരിക. Just my past. But my frame just cracked. Think I'm going down. Had to light this up. Am I happy now? Am I happy now? No. To it all.
നാളെ പോയി വീണ്ടും റിപ്പീറ്റ്. ബൈ.